അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരിച്ചു കബറടക്കിയ ആള് 2 ആഴ്ച കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഞെട്ടൽ മാറാതെ കുടുംബം നിൽക്കുന്ന ഒരു രംഗം. ഹൈദർ ഖാൻ എന്ന് പറയുന്ന ഇദ്ദേഹം മരണപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും 3ൻ്റെ ദുആ, അതുപോലെ 7ൻ്റെ ദുആ, 11ൻ്റെ ദുആ, ഇങ്ങനെ ഒരുപാട് ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ആ കുടുംബക്കാർ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി ദുആ മജ്ലിസുകളൊക്കെ നടത്തും. അതൊക്കെ നടത്തി വീട്ടിലേക്ക് ക്ഷണിച്ചവർക്ക് ഭക്ഷണമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ വിതരണം ചെയ്യും. അദ്ദേഹത്തിന് പരലോകത്ത് വലിയ പുണ്യം കിട്ടാൻ വേണ്ടിയാണ്. ഈ ഖാദിർ ഖാൻ മരണപ്പെട്ടതിൻ്റെ 3ൻ്റെ ദുആ നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു. അതുപോലെ കുടുംബക്കാർ നാട്ടുകാർ വിളിച്ച് 7ൻ്റെ ദുആ എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് എല്ലാവരും ഖാദിർ ഖാൻ മരണപ്പെട്ടതിൻ്റെ ഓരോ വിശേഷങ്ങളും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഓരോന്നിങ്ങനെ സംസാരിച്ച് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇദ്ദേഹം വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന രംഗമാണ്. കുടുംബം ഇത് ഞെട്ടലോട് കൂടിയാണ് ഈ രംഗം അവർ കാണുന്നത്. വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ തൊട്ടടുത്ത ഒരു സ്ഥലം കേരളത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കാം? മരണപ്പെട്ടവർ തിരിച്ചു വരുമോ? ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്ത് ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ബിഇദ്നില്ല എന്ന് പറഞ്ഞ് അവർ ഉണർത്തുമായിരുന്നു, ജീവൻ നൽകുമായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മോജിസത്തായി കൊടുത്തതാണ്. ഓരോ നബിമാർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഓരോ മോജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ റസൂലിന് ഖുർആൻ കൊടുത്തതുപോലെ, മൂസാ നബിക്ക് വടി കൊടുത്തതുപോലെ, വടി കൊണ്ട് അടിച്ചാൽ തായോട്ടിട്ടാൽ അത് പാമ്പാകും, അത് പിടിച്ചാൽ വടിയാകും. അങ്ങനെ മോജിസത്തിൻ്റെ വടിയാണ്. ഈസാ നബി അലൈഹിസ്സലാം കുഷ്ഠരോഗികൾ, അന്ധന്മാർ, കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടവർ, മരണപ്പെട്ടവർ പോലും ഈസാ നബി അലൈഹിസ്സലാം ചികിത്സിച്ച് അവരെ പുനർജീവിപ്പിക്കുമായിരുന്നു. ഇങ്ങനൊരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണമെന്ന് പറയുന്നത് തന്നെ അത് നശിഞ്ഞു പോവലല്ല, ദാറുൽ ബഖാ, ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് ഒരു നക്കൽ ചെയ്യലാണ്, ഒരു നീക്കം ചെയ്യലാണ്. അതാണ് ഈ മരണം കൊണ്ട് സംഭവിക്കുന്നത്. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചത്തുപോയി എന്ന് പറയുന്നു. ചത്ത് അദ്ദേഹത്തിൻ്റെ സത്ത് പോയി എന്നാണ്. മരിച്ചു എന്നല്ല, അദ്ദേഹത്തിൻ്റെ സാത്ത് റൂഹ് പോയി എന്നാണ്. തീർച്ചയായും ആ പോയ റൂഹുണ്ട്. അത് ഖബറിൽ കൊണ്ട് കടത്തപ്പെടുമ്പോൾ വീണ്ടും ശരീരത്തെ ചേരുന്നു. പിന്നെ മുൻകർ നക്കീർ അലൈഹിസ്സലാം വരുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടികൾ പറയുന്നു. മറുപടി കൃത്യമായി പറഞ്ഞ ആൾ രക്ഷപ്പെട്ടു, അല്ലാത്തവർ പരാജയപ്പെട്ടു. കൃത്യമായി രക്ഷപ്പെട്ടവർക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുന്നു. ഇതൊക്കെ ചില ആളുകൾ മരണത്തോടു കൂടി എല്ലാം തീർന്നെന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മരണത്തോടു കൂടിയാണ് യഥാർത്ഥ ജീവിതം തുടക്കം കുറിക്കുന്നത് തന്നെ. ഈ ജീവിതം എന്നുള്ളതൊരു സ്വപ്നമാണ്. ഇതൊരു ചെറിയ സ്വപ്നം മാത്രമേ ഉള്ളൂ. ഈ ഹൈദർ ഖാൻ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഹൈദർ ഖാനെ പോലത്തെ ഒരാൾ മരണപ്പെട്ടു. കുടുംബക്കാരെല്ലാം പോയി പറഞ്ഞു, ഇത് നമ്മുടെ ഹൈദർ ഖാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബക്കാർ ആ മയ്യത്ത് കൊണ്ടുവന്നു, സംസ്കാരം ഒക്കെ ചെയ്തു, മയ്യത്ത് പരിപാലനം ചെയ്തു, കഫൻ ചെയ്തു, നമസ്കരിച്ചു, കുളിപ്പിച്ചു, ദഫൻ ചെയ്തു. എല്ലാം കഴിഞ്ഞു. 3ൻ്റെയും 7ൻ്റെ ദുആ എല്ലാം വളരെ കുടുംബക്കാരൊക്കെ ക്ഷണിച്ച് എല്ലാം കഴിച്ചു. എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഹൈദർ ഖാൻ ഇങ്ങനെ വരുന്നത്. ഹൈദർ ഖാനെ കണ്ട് നെറ്റിപ്പോയി ആൾക്കാർ. അപ്പോൾ നമ്മളെ മറമാടിയാളോ, അത് വേറെ ഒരാളാണ്, അത് യഥാർത്ഥത്തിൽ ഹൈദർ ഖാൻ അല്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു വീട്ടിലുള്ള ആളുകൾ
ഇത്രക്കും വ്യത്യസ്തമായി. കാരണം ഇദ്ദേഹം തെരുവിലായിരുന്നു. തെരുവിലാകുമ്പോൾ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടെന്ന് വാർത്ത കേൾക്കുമ്പോൾ കുടുംബക്കാർ ഓടി നോക്കുമ്പോൾ ഹൈദർ ഖാൻ്റെ എല്ലാ മുഖത്തുണ്ട്. അപ്പോൾ കുടുംബക്കാർ ഉറപ്പിച്ചു ഇത് നമ്മുടെ ഹൈദർ ഖാ തന്നെയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഹൈദർ ഖാ സ്നേഹതീരം എന്ന് പറയുന്ന യതീംഖാനയിൽ പോയി സ്നേഹത്തിലെന്ന് പറയുന്ന വൃദ്ധസദനയിൽ കഴിയുകയാണ്. ഇത് എന്തുകൊണ്ടെന്ന് സംഭവിക്കുന്നു പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ കുടുംബക്കാർ അവഗണിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, പിന്നെ അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തീരസ്നേഹം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങളിലാണ്. പിന്നെ അവരുടെ അന്ത്യം കാലം വരെ അവരുടെ ജീവിതം. പിന്നെ അവർ കുടുംബക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴാണ്. ഇങ്ങനെയുള്ള ഈ കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണപ്പെട്ടവർ തിരിച്ചു വരുന്ന ഇത്തരത്തിലുള്ള സാഹചര്യ സന്ദർഭങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ അവർ സ്വന്തം പണിത് ഉണ്ടാക്കിയ വീട്, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, അതുപോലും വൃദ്ധരാകുമ്പോൾ അവർ അന്യരാകുന്നു, ആ വീട് പോലും അവർക്ക് അന്യമാകുന്നു എന്ന് പറയുമ്പോൾ വളരെ ദുഃഖകരമായൊരു സംഭവമാണ്. എത്ര ഉപ്പന്മാരാണ് അടിച്ചിറക്കിയത്. കാരണം ഞാൻ ഏതായാലും മരിക്കാനായി എൻ്റെ സ്വത്തുക്കളിൽ നിന്ന് എൻ്റെ മകൻ്റെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞ് മകൻ്റെ പേരിൽ എഴുതലോടുകൂടി ആ വീടിൽ ആ ഉപ്പാക്കും ആ പ്രിയപ്പെട്ട ഉമ്മാക്കും പീഡനങ്ങൾ തുടങ്ങി. കാരണം എല്ലാം പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പണം കൊണ്ട് ഒരു ലാഭമില്ല എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ അവൻ പിന്നെ ആർക്കും വേണ്ട, എല്ലാവർക്കും തുച്ഛനാണ്. ഒരു മനുഷ്യനെ ആദരിക്കപ്പെടുന്നതും അങ്ങനെയാണ്. ഒന്നെങ്കിൽ അവന് പണം വേണം, അതല്ലെങ്കിൽ അവനക്കൊരു ജോലി വേണം. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിഗണന ഉണ്ടാകും, പണം കയ്യിലുണ്ടെങ്കിലും പരിഗണന. ഇത് രണ്ടില്ലെങ്കിൽ കുടുംബത്തിൽ ലീസ്റ്റിൽ അവൻ്റെ പേര് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പണത്തിന് മാത്രം മൂല്യം നൽകുന്ന, പണത്തിന് മാത്രം, കാരണം മനുഷ്യരല്ലേ, മനുഷ്യരെന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹവും കരുണയുമുള്ളവർക്കാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഒരുപാട് വിവരങ്ങളുള്ളവർക്ക് മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. മനുഷ്യരെക്കാൾ വലിയ വിവരമുള്ളവരാണ് ഇന്ന് നമുക്കൊക്കെ കാണുന്ന ഓരോ AI-കളും. നോക്കൂ, അതിൻ്റെ ഒരു വിവരം പഠിക്കണമെങ്കിൽ മനുഷ്യനിക്ക് ഒരു 100 കോടി ആയുസ് അല്ലാഹു കൊടുത്താൽ പോലും പഠിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെയും അതിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹമാണ്, അനുകമ്പമാണ്, കരുണയാണ്. ഇത് ഇന്ന് തീരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഉപ്പ മരണപ്പെട്ടാൽ പിന്നെ കണ്ടവർ അവർക്ക് ഉപ്പയുടെ കോലം കണ്ടാൽ അതിൻ്റെ ഉപ്പ എന്ന് പറഞ്ഞു പോകും. ഇവിടെ സംഭവിച്ചത് അതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണപ്പെട്ട വ്യക്തിക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. ഇദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാനും അവരുടെ തണലായി കഴിയാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.